2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ മമ്മൂട്ടി. പുരസ്കാരം ഭ്രമയുഗത്തിലെ അഭിനയ മികവിന്. മികച്ച നടിക്കുള്ള പുരസ്കാരം ഷംല ഹംസയ്ക്ക് ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിനാണ് പുരസ്കാരം. മികച്ച സിനിമ മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച സംവിധായകനും തിരക്കഥാകൃത്തിനുമുള്ള പുരസ്കാരവും മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകനും തിരക്കഥാകൃത്തുമായ ചിദംബരത്തിനാണ്. മികച്ച ജനപ്രിയ ചിത്രം ഗിരീഷ് എഡീസ് സംവിധാനം ചെയ്ത പ്രേമലുവിന്. മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം റാപ്പർ വേടന്. മികച്ച നടൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി, പ്രിയപ്പെട്ട മമ്മൂക്ക. ചിത്രം ഭ്രമയുഗം. പ്രത്യേക ജൂറി പരാമർശം. അഭിനയം ആസിഫ് അലി. അഭിനയം ആസിഫ് അലി. ചിത്രം കിഷ്കിന്ധ കാണ്ഡം. പ്രത്യേക ജൂറി പരാമർശം 37. അഭിനയം ടൊവിനോ തോമസ്. അഭിനയം ടൊവിനോ തോമസ്. ചിത്രം ARM. മികച്ച നടി ഷംല ഹംസ. മികച്ച നടി ഷംല ഹംസ. ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സ്വഭാവ നടൻ രണ്ടാൾക്കാണ്. ഒന്ന് സൗബിൻ ഷാഹിർ, 2 സിദ്ധാർത്ഥ് ഭരതൻ. മികച്ച സ്വഭാവ നടി ലിജോ മോൾ ജോസ്. മികച്ച ഗാനരചയിതാവ് വേടൻ. ഗാനം കുതന്ത്രം, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം. ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച സംഗീത സംവിധായകൻ. ഗാനങ്ങൾ സുഷിൻ ശ്യാം. ഗാനങ്ങൾ 1 മറവികളെ പറയൂ, 2 ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവ്യർ. ചിത്രം ഭ്രമയുഗം. മികച്ച പിന്നണി ഗായകൻ ആൺ KS ഹരിശങ്കർ. ഗാനം കിളിയെ എന്ന് തുടങ്ങുന്ന ഗാനം. ചിത്രം ARM. മികച്ച പിന്നണി ഗായിക പെൺ സെബ ടോമി. അത് ഗാനം ആരോരും കേറിടാത്തൊരു ചില്ലയിൽ. ചിത്രം ആ. ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിലുള്ള പ്രത്യേക അവാർഡ് നിർമ്മാതാക്കൾ. ചിത്രത്തിനുള്ള അവാർഡ് പ്രേമല്ലു. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക അവാർഡ് പായൽ കപാഡിയ. ചിത്രം പ്രഭയായി നനച്ചതെല്ലാം. ചലച്ചിത്ര വിഭാഗം അവാർഡുകൾ. പ്രത്യേക ജൂറി അവാർഡ്. ചിത്രം പാരഡൈസ്. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സാരംഗ്, കണ്ടന്റിലും ക്യാരക്ടറിലും ഒക്കെ ഒരിക്കൽ കൂടി മലയാളത്തിൻ്റെ പ്രതാപം അത് വിളിച്ചോതുന്നത് തന്നെയാണ് ഈ പുരസ്കാരങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കേണ്ടത്. മമ്മൂട്ടി മികച്ച നടൻ അടക്കം വിവരങ്ങളിലേക്ക് പോയാൽ. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2024 ചലച്ചിത്ര പുരസ്കാരങ്ങൾ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനങ്ങൾ നടന്നിരിക്കുകയാണ്. മലയാളികളും അതുപോലെ തന്നെ ചലച്ചിത്ര പ്രേമികളും ഒക്കെ ഉറ്റുനോക്കിയിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു. അത് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനേലും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയുള്ള ഒരു കാര്യം മമ്മൂട്ടിയിലേക്ക് തന്നെ, അതായത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ പ്രഖ്യാപനം വന്നതോടുകൂടി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചർച്ചകളിൽ സജീവമായിരുന്നത് ഭ്രമയുഗവും അതുപോലെ തന്നെ മമ്മൂട്ടിയും മാത്രം തന്നെയായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ കിഷ്കിന്ധ കാണ്ഡവും ഉണ്ടായിരുന്നു. ആസിഫ് അലിയും ഈ ചർച്ചകളിലൊക്കെ സജീവമായിരുന്നു. എന്നാൽ ആ ചർച്ചകൾക്കൊക്കെ ഒരു അവസാനം എന്നോണം ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നു. 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായിട്ട് മമ്മൂട്ടി, അതായത് മലയാളികളുടെ എക്കാലത്തെയും പ്രിയങ്കരനായ നടനായിട്ടുള്ള മമ്മൂട്ടി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. അതും അത്രമാത്രം ഒരു വലിയ അഭിനയ മികവിലൂടെ ഭ്രമയുഗം എന്ന ചിത്രത്തിലൂടെ കൊടുമൺ പോറ്റി എന്ന ഒരു ചാത്തന്റെ വേഷത്തിലൂടെ എത്തി അത്തരത്തിൽ വിസ്മരണീയമായ ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു അഭിനയ പാടവം കാഴ്ചവെച്ചുകൊണ്ട് വീണ്ടും മലയാളികളുടെ സ്വന്തം മമ്മൂക്ക വീണ്ടും ഒരു മികച്ച നടനായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. രണ്ടാമത്തെ കാര്യം ഈ കിഷ്കിന്ധ കാണ്ഡത്തിലെ തന്നെയാണ്. അതിലും വലിയ മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് ആസിഫ് അലിക്ക് ലഭിച്ചത്. പ്രത്യേക ജൂറി പരാമർശം, അതായത് മികച്ച നടനായിട്ടുള്ള പ്രത്യേക ജൂറി പുരസ്കാരം ഈ കിഷ്കിന്ധ കാണ്ഡത്തിലൂടെ തന്നെയാലും ആസിഫ് അലി നേടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. പ്രത്യേകം ഈ
ജൂറി പ്രത്യേകം പരാമർശിച്ചിരുന്നു. അതിൽ ഈ ചിത്രത്തിൽ വലിയ രീതിയിലുള്ള അഭിനയം തന്നെയാണ് ആസിഫ് അലിയും കാഴ്ചവെച്ചത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മികച്ച നടി ഷംല ഹംസ എന്ന യുവ നടിയാണ്. അതായത് ആദ്യമായിട്ടാണ് ഒരു സിനിമയിലേക്ക് എത്തുന്നത്. ആ സിനിമയിൽ തന്നെ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കുന്നു. ഫെമിനിച്ചി ഫാത്തിമ, അതായത് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെയൊക്കെ ഒരു കഥ പറയുന്ന സിനിമയാണ് ഈ സിനിമ. അതിലാണ് ഈ ഫെമിനിച്ചി ഫാത്തിമയിലൂടെ ഈ ഷംന ഹംസയ്ക്ക് അവാർഡ് കിട്ടുന്നത്. അങ്ങനെ ഏതാണ്ട് 34ഓളം അവാർഡുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മികച്ച സ്വഭാവ നടൻ സൗബിനും സിദ്ധാർത്ഥുമാണ്. അതുപോലെ തന്നെ മികച്ച തിരക്കഥ, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് 34ഓളം അവാർഡുകൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തിനേലും തീർച്ചയായും സാരംഗാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.